നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ പപ്പി പോന്ന വിവരം അവിടെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അറിഞ്ഞാണോ? അപ്പൊ എല്ലാരും തിരക്കി നടക്കുമായിരിക്കല്ലേ? അല്ല, മോളുടെ കൂടെ ആരായിരുന്നു ഇത്ര നേരം ഉണ്ടായിരുന്നത്? എന്റെ കൂടെയോ? ആ, ടെഡ്ഡി ബിയസ് പാവയായിരുന്നോ അതോ പഠിക്കുന്ന ബുക്കായിരുന്നോ? അതിനാ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായത്. ഓ, ഞാനോർത്ത് കുഴഞ്ഞെന്ന്. എന്താടി ആലോചിക്കുന്നേ? കുരുത്തക്കേട് വല്ലതും ആണോ? അല്ലമ്മേ, ഞാൻ പഠിക്കുകയായിരുന്നു. ഓ, അമ്മയെ പോലെ വലിയ ജോലി കിട്ടണമെങ്കിൽ നന്നായി പഠിക്കണ്ടേ? ആ, അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. ഈ മുത്തശ്ശനെ അങ്ങനെ കുട്ടികളുടെ പഠിപ്പിനെ കുറിച്ചൊന്നും വലിയ അറിവുള്ള ആളൊന്നും അല്ലായിരുന്നല്ലോ. ഒന്നും അറിഞ്ഞും കൂടാ. ആ, നിക്ക്, ഞാൻ എടുത്തു തരാം. ശാരദാമ്മേ, ഞാൻ വലുതായി, എനിക്ക് ഇതൊക്കെ എടുക്കാൻ അറിയാം. എടി, അത് ഞാൻ കൂടി തോന്നണ്ടേ? നീ എന്താ നിക്കുന്നു? ഇരിക്കുന്നില്ലേ? എനിക്ക് ഒരുപാട് എഴുതാനുണ്ടമ്മേ, അതുകൊണ്ട് മുറി കൊണ്ടുവച്ച് കഴിച്ചോളാം. ആ, അതൊന്നും വേണ്ട. എന്നിട്ട് അവിടെ കൂടി വൃത്തിയേടാക്കാൻ ഇരട്ടി പണിയാക്കല്ലേ മോളെ. നീ അവിടെ ഇരുന്ന്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല അമ്മേ. ഒരു തരി പോലും താഴെ വീടാതെ ഞാൻ കഴിച്ചോളാം. ഒന്ന് പറ ശാരദാമ്മേ, പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? എടി, കൊച്ചു എവിടെ ഇരുന്നാലെന്താ? ഭക്ഷണം കഴിച്ചാ പോരെ? വേണ്ട, അവൾ ഇവിടെ ഇരുന്നാ മതി. എന്റെ ശാലിനി, അവൾ എവിടെങ്കിലും പോയിരുന്ന് കഴിക്കട്ടെ. ഇനി അവിടെ എവിടെങ്കിലും വീണാ ഞാൻ ശരിയാക്കിക്കോളാം. പിന്നല്ലാതെ മോള് പോയിരുന്ന് കഴിച്ചോ മോളെ? കൊള്ളാം, നിങ്ങൾ രണ്ടുപേരും തന്നെ ഇവിടെ ഇങ്ങനെ വഷളാക്കുന്നേ. ശരി, ആയിക്കോട്ടെ, മോള് കൊണ്ടുപോയി കഴിച്ചോട്ടോ. എന്താടി പോകുന്നില്ലേ? കുട്ടികളുടെ വളർച്ചയ്ക്ക് പോഷകാഹാരങ്ങൾ ഒരുപാട് കഴിക്കണമെന്നല്ലേ കേട്ടിട്ടുള്ളത്? അതിന് ചോറ് നല്ല പോഷകാഹാരാ, അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ചോറ് വേണം. ആഹാ, അത്രേ ഉള്ളോ? അമ്മേ, അമ്മേ, എന്തായി കാണിക്കുന്നെ? ഇത് കഴിക്കാനാണോ? കൊണ്ട് കളയോള്. കളയുന്നേ കൊണ്ട് കളയട്ടെ. കൊച്ചിന് ചോറ് കൊടുത്താ ശാരദേ? ചോറ് കൊടുത്തേ. കുറച്ചും കൂടി ഇട്ടോ ശാരദാമ്മേ. ഓ, ദേ, കളയരുത് കേട്ടോ. ഇല്ലെന്നേ, കുറച്ചും കൂടി ഇട്ടോ. ആ, കുറച്ചുകൂടെ കറി ഒഴിക്കട്ടെ. ഓ, ദാ, കുറച്ചും കൂടി. അതെ, ഇത്രയും മതി. ഇനി വേണമെങ്കിലേ ഞാൻ കൊണ്ടുവന്ന് തരാം. ഇനി അവിടെ മുഴുവൻ വൃത്തിയേടാക്കും. ഇത് പഠിക്കാനൊന്നുമല്ല, ആ പാവം വെച്ചോണ്ടിരിക്കാനാ. ഓ, എന്തെങ്കിലും ആവട്ടെ. 10 വറ്റ് എങ്ങനെയെങ്കിലും ഉള്ളിൽ ചെന്നാ പോരെ. നീ ഇരിക്കും ഇങ്ങോട്ട്. ഈശ്വര, മോളെ, പപ്പി, 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 മോളെ. വിളിച്ചടാ, അവിടെ നോക്കിയോ? ഇല്ല മോനെ, അവിടെയും കണ്ടില്ല. പിന്നെ വിളിച്ചടാ, ആ ഭാഗത്തോട്ട് ഒന്ന് പോയി നോക്കി. ശരി മോനെ. പപ്പി, മോളെ, പപ്പി, പപ്പി. ഈശ്വര,
ഒരു പാത്രത്തിൽ കിട്ടാവുന്ന അത്രയും ചോറ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. പക്ഷെ അമ്മയ്ക്ക് എന്തൊക്കെയോ ഡൗട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും ഞാൻ കൃത്യമായി മറുപടി നൽകിയിട്ടാ പോന്നത്. സത്യം, നീ മുറി ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത്? അതെ. ഇല്ലെങ്കിൽ പണി പാളും. അതിന് വേറെ എന്തെങ്കിലും കാരണം പറയണം. ഇപ്പൊ പപ്പി പോന്ന വിവരം അവിടെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അറിഞ്ഞാണോ? അപ്പൊ എല്ലാരും തിരക്കി നടക്കുമായിരിക്കും അല്ലേ? അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. പിന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. വേഗം കഴിക്കേ, എന്നിട്ട് പാത്രം കൊണ്ട് കൊടുത്തിട്ട് നേരത്തെ ഉറങ്ങാം. അല്ലെങ്കിൽ ആരെങ്കിലും മുറിയിലേക്ക് വന്നാലോ? അങ്ങനെ ആരെങ്കിലും ഉറങ്ങിയൊന്ന് നോക്കാൻ വരുമോ? ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ സമയദോഷത്തിന് ഇന്ന് വരുമെന്ന് എങ്ങനെ അറിയും? വന്നാ ഞാൻ ഒളിച്ചാ പോരെ? ഒളിക്കണേ, മറക്കരുത്. വേഗം കഴിക്കു പപ്പി, ഞാൻ വാരി തരാം. ഞാൻ വരുത്തരാം. എന്താ എന്താ പന്നി അവിടെ ഉണ്ടോ? പിൻഭാഗത്തൊന്നും ഇല്ല സാറേ. ഇവിടുത്തെ പോനാ? എന്താടാ മോനെ, പപ്പി ഇവിടെ ഒന്നും ഇല്ലേ? പുറത്തൊന്നും കണ്ടില്ല. പിന്നെ ആ കൊച്ചു എവിടെ പോയടാ? നിങ്ങൾ എത്ര പേരോട് ഉണ്ടായിട്ടും ആ കൊച്ചോടെ പോയി ആർക്കും കാണാൻ പറ്റിയില്ലേ? ആരും അറിഞ്ഞില്ലേ? മേലെ നോക്കിയോ? നോക്കി, അവിടെ എങ്ങും ഇല്ല. രോഹിത്തെ, എടാ കൊറേ നേരമായിട്ട് നീ മോളെ കണ്ടിട്ടേ ഇല്ലേ? ഇല്ല സത്യമേ, കുറെ നേരമായിട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ല. രാത്രി സമയത്ത് തനിച്ചങ്ങനെ പോകാൻ വഴിയില്ല അവള്. പപ്പിമോളെ, പപ്പിമോളെ, ഈ കുഞ്ഞിത് എവിടെ പോയി? അവിടെ എങ്ങും ഇല്ല. എടാ, ഇനി പുറത്തേക്ക് വല്ലതും പോയിട്ടുണ്ടോ? മുമ്പത്തെ ഒരു അനുഭവം ഓർമ്മയില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.